നമസ്കാരം. മലയാളി വാർത്തയ്ക്ക് സ്വാഗതം. ചെന്നൈയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. ഇത് വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് വിമാന സർവീസുകൾ താളം തെറ്റി. ചെന്നൈയിൽ ഇറങ്ങേണ്ട 4 വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 16 വിമാനങ്ങൾ വൈകുകയാണ്. ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് പ്രതികൂല കാലാവസ്ഥ ബാധിച്ചത്. 15 വിമാനങ്ങൾ ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ സാധിക്കാതെ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയാണ്. ഇനിയും ഇറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ ഈ വിമാനങ്ങളും സമീപ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടേക്കും. അടുത്ത 7 ദിവസത്തേക്ക് ചെന്നൈയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കാറ്റിന്റെ ദിശയിലുണ്ടായ മാറ്റമാണ് നഗരത്തിൽ അടക്കം മഴയെത്തിച്ചത്. തെക്കൻ തീരപ്രദേശങ്ങളിൽ ശക്തിയായ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. ഈ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച വൈകുന്നേരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ തീവ്രതയുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച രാത്രി 8:30 ടി നഗർ, അമിഞ്ഞിക്കരൈ, അരുമ്പാക്കം, കോയമ്പോട്, വിരുകംഭാഗം, നന്ദനം തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും കാറ്റിനൊപ്പം ശക്തമായ മഴയാണ് ലഭിച്ചത്. അതേസമയം കേരളത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനുമാണ് സാധ്യതയുള്ളത്. അടുത്ത ദിവസങ്ങളിലും വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കാണ് സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. കേരളത്തിൽ കാലവർഷം ശക്തമായതോടെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുന്നുണ്ട്. ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തിയും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ചക്രവാത ചുഴിയുമാണ് മഴ ശക്തിപ്പെടാൻ കാരണമാകുന്നത്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും അത് കേരളത്തിൽ മഴയ്ക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ ഉയരത്തിലാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ അടക്കം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ കാലവർഷക്കാറ്റിനെ ശക്തിപ്പെടുത്തി. അന്തരീക്ഷത്തിൽ 3 കിലോമീറ്റർ മുകളിലുള്ള കാറ്റ് കേരള തീരത്തിന് ലംബമായി വീശിയിരുന്നു. കേരളത്തിൽ കാറ്റിനും മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ 3 കിലോമീറ്ററിന് താഴെയുള്ള കാറ്റും ശക്തിപ്പെട്ടു. ഇതോടെ ഈ ഉയരത്തിലെ കാലവർഷക്കാറ്റും മേഘങ്ങളും സജീവമായി. ഇതാണ് പൊടുന്നനെയുള്ള മഴ ശക്തിപ്പെടാൻ ഇടയാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.